പ്രിയ ദൈവജനമേ, ഇല്യൂമിനേഷൻ ഓഫ് കോൺഷ്യൻസ്, മനസാക്ഷിയുടെ പ്രകാശനം എന്നത് ലോകാവസാനത്തിന് മുൻപായി ദൈവം മനുഷ്യരാശിക്ക് നൽകുന്ന ഒരു അവസാന ആത്മീയ താക്കീതാണെന്ന് സഭയിലെ വിശുദ്ധരും മിസ്റ്റിക്കുകളും പഠിപ്പിക്കുന്നു. ഇത് അവരുടെ പ്രൈവറ്റ് റെവലേഷൻസിൽ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളാണ്. വാഴ്ത്തപ്പെട്ട അന്ന മരിയ ത്യാഗി, വിശുദ്ധ ഫോസ്റ്റിന തുടങ്ങിയവർക്ക് ലഭിച്ച വെളിപ്പെടുത്തലുകൾ പ്രകാരം ലോകം മുഴുവൻ ഒരു നിമിഷം നിശ്ചലമാകുകയും ഓരോ വ്യക്തിയും തൻ്റെ ആത്മാവിനെ ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ കാണുകയും ചെയ്യുന്ന ഒരു സമയം വരുന്നു. വിശുദ്ധ ഫോസ്റ്റിന തൻ്റെ ഡയറിയിൽ കുറിച്ചതുപോലെ ആകാശത്ത് കുരിശിൻ്റെ അടയാളം പ്രത്യക്ഷപ്പെടുകയും മിന്നൽ പിണരുകൾ പോലെ പ്രകാശം ഓരോ ഹൃദയത്തെയും തുളച്ചു കയറുകയും ചെയ്യും. ഇതൊരു ശിക്ഷയല്ല, മറിച്ച് യേശുവിൻ്റെ മഹത്തായ രണ്ടാം വരവിനായി ലോകത്തെ ഒരുക്കുന്നതിനും മനുഷ്യരെ പശ്ചാത്താപത്തിലേക്കും ദൈവകാരുണ്യത്തിലേക്കും തിരികെ കൊണ്ടുവരുന്നതിനുമുള്ള ദൈവത്തിൻ്റെ അത്യപൂർവമായ കരുണയുടെ പ്രതീകമാണ്, അടയാളമാണ്. ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനായി ഈ ലോകം ഒരുങ്ങുമ്പോൾ, നമ്മുടെ ഈ ലോകം ഈ അന്ത്യകാല നിമിഷങ്ങൾ ഒരുങ്ങുമ്പോൾ, ഈ മനസാക്ഷിയുടെ പ്രകാശനം, ഇല്യൂമിനേഷൻ ഓഫ് കോൺഷ്യൻസ്, ഓരോ വ്യക്തിക്കും തൻ്റെ പാപങ്ങളുടെ ഗൗരവം ബോധ്യപ്പെടാൻ ഇടയാക്കും. ബ്ലെസ്സഡ് അന്ന മരിയ ത്യാഗി പ്രവചിച്ചതുപോലെ ഈ ആത്മീയ അനുഭവം വഴി ലക്ഷക്കണക്കിന് ആളുകൾ ക്രിസ്തുവിലേക്ക് മടങ്ങി വരികയും സഭയിൽ വലിയൊരു നവീകരണം സംഭവിക്കുകയും ചെയ്യും. അന്ധകാരത്തിൻ്റെ ശക്തികൾ ലോകത്തെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാം നമ്മുടെ മനസാക്ഷിയെ ദിവസവും ശോധന ചെയ്യണമെന്നും വിശുദ്ധിയോടെ ജീവിക്കണം എന്നുമുള്ള വലിയൊരു ഓർമ്മപ്പെടുത്തലും കൂടിയാണിത്. കർത്താവിൻ്റെ വരവ് ആസന്നമായിരിക്കെ പശ്ചാത്താപത്തിൻ്റെ കണ്ണീരോടെ അവിടുത്തെ സ്വീകരിക്കാൻ നമുക്കും തയ്യാറെടുക്കാം. കാരണം അവിടുന്ന് വരുന്നത് ലോകത്തെ വിധിക്കാനല്ല, മറിച്ച് കാരുണ്യത്തിൻ്റെ ഈ അവസാന കവാടത്തിലൂടെ നമ്മെ ഓരോരുത്തരെയും, നിങ്ങളെയും എന്നെയും രക്ഷിക്കുവാനാണ്.